പരിശുദ്ധ മറിയത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് എന്ന തിരുനാളിനെ ആനന്ദത്തിൻ്റെ തിരുനാൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ മേരിമസ് അഥവാ നേറ്റിവിറ്റി ഓഫ് ബ്ലെസ്ഡ് വെർജിൻ മേരി സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടെയും തിരുനാളാണ്. അമ്മ എന്നത് ഒരു വിസ്മയമാണ്. ആർക്കും ഒരിക്കലും എതിർക്കാനോ മറക്കാനോ തള്ളിക്കളയാനോ പറ്റുന്ന ഒന്നല്ല. കാരണം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അമ്മയുടെ പങ്ക് അത്രമാത്രം ഗാഢമായ ബന്ധം പുലർത്തുന്ന ഒന്നാണ്. ഇന്ന് സെപ്റ്റംബർ 8 കത്തോലിക്ക വിശ്വാസ സമൂഹം ഒരു അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ദിനം. ഇത് പുണ്യപ്പെട്ട ഒരു ദിനം. ടുഡേ we celebrate the birthday of the mother who agreed to bring the savior of the world into our lives. Her yes to God's plan opened the door to salvation for all humanity. പിതാവായ ദൈവത്തിന് തൻ്റെ വത്സലപുത്രന് യോജ്യമായ ഒരു ഇരിപ്പിടമായി കന്യക മറിയത്തെ തിരഞ്ഞെടുത്തു. ഇസ്രായേലിൽ ഏറ്റവും നീതിമാന്മാരും വിശുദ്ധരുമായ ഹന്നായുടെയും യോവാക്കിമിൻ്റെയും മകളായി ദാവീദ് രാജാവിൻ്റെ കുടുംബത്തിൽ മറിയം ജനിച്ചു. 3 വയസ്സുവരെ മാതാപിതാക്കളോടുകൂടി ഭവനത്തിൽ താമസിച്ചു. പിന്നീട് ദൈവത്തോട് വാഗ്ദാനം ചെയ്തിരുന്ന പോലെ ഹന്നായും യോവാക്കിമും ഈ മകളെ ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചവെച്ചു. പിന്നീട് 12 വയസ്സുവരെ അവൾ ദൈവ സാന്നിധ്യത്തിൽ ആ ദേവാലയത്തിൽ വളർന്നു. രക്ഷകന്റെ അമ്മയായി തീരുന്നവളെ ദൈവം ഇപ്രകാരം ഒരുക്കി. രക്ഷകര ചരിത്രത്തിലെ പരിശുദ്ധ അമ്മയുടെ പങ്ക് 2 വാക്കുകളിൽ ചുരുക്കാം: ഫിയാത്ത് മുതൽ പിയാത്ത് വരെയുള്ള ജീവിതം. ഫിയാത്ത് എന്ന വാക്കിന്റെ അർത്ഥം അത് നിറവേറട്ടെ, ലെറ്റ് ഇറ്റ് ബി ഡൺ എന്നാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്കിൽ ഇങ്ങനെ പറയുന്നു: ഗബ്രിയേൽ മാലാഖയോട് മറിയം ഇപ്രകാരം മറുപടി പറഞ്ഞു: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഐ ആം ദ ലോർഡ് സെർവൻറ്റ്, മേ ഇറ്റ് ബി ഡൺ ടു മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ്. അതുപോലെ ഈശോയുടെ മൃതശരീരം കുരിശിൽ നിന്നിറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തി ഈശോയുടെ മൃതശരീരത്തിലേക്ക് ദയനീയമായി നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ ചിത്രത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പിയാത്ത. അപ്പോൾ ഫിയാത്ത് മുതൽ പിയാത്ത് വരെയുള്ള അമ്മയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അമ്മ എന്ന വാക്കിന്റെ അർത്ഥവും മഹത്വവുമാണ്. യേശു പ്രകാശമാണ് എന്നാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്കിൽ സ്വയം വിശേഷിപ്പിക്കുന്നത്. യേശു നമുക്ക് പ്രകാശം നൽകുന്ന സൂര്യനാണെങ്കിൽ യേശുവിൻ്റെ ആഗമനത്തെ വിളംബരം ചെയ്ത ഉഷകാല നക്ഷത്രമാണ് പരിശുദ്ധ അമ്മ. യേശുവിനെ നിങ്ങൾക്ക് വേണമോ? എങ്കിൽ അമ്മയുടെ പക്കൽ എത്തണം. രാജാക്കന്മാർ ഉണ്ണീശോയെ ബെത്ലഹേമിൽ കണ്ടെത്തിയെന്നല്ല, അമ്മയോടുകൂടെ കണ്ടെത്തിയെന്നാണ് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പുണ്യമാതാവ്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി, ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുന്നവളാണ്. ഈ അമ്മ ദൈവത്തോട് എന്ത് ചോദിച്ചാലും ദൈവം അതൊരിക്കലും നിരസിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകം മുഴുവൻ വേണ്ടി ഒരൊറ്റ വാക്യത്തിൽ മാധ്യസ്ഥം വഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ ഒരൊറ്റ കൃപ നിറഞ്ഞ മറിയമേ ചൊല്ലിയാൽ മതി. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്നും എപ്പോഴും നമുക്കൊരു മാതൃകയാകണം. അമ്മയെപ്പോലെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനത്തെ ജീവിതത്തിന് മന്ത്രണമായി മാറ്റുവാനും ദുഃഖങ്ങളെ കർത്താവിന് സമർപ്പിക്കുവാനും നമുക്ക് കഴിയട്ടെ. കഴിഞ്ഞ 8 നാളുകൾ പ്രാർത്ഥനയുടെയും ഉപവാസനത്തിൻ്റെയും ദിനങ്ങളായിരുന്നു. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ഈ ദിനങ്ങൾ തീർച്ചയായും അമ്മ മാധ്യസ്ഥം വഹിച്ച് നമ്മുടെ യാചനകൾ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കും. വിഷ് യു ഓൾ എ ബ്ലെസ്ഡ് ആൻഡ് ജോയ്ഫുൾ മേരിമസ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ